ഇന്ന് ഞങ്ങളുടെ മൂന്നാറിലെ യാത്രയുടെ 2ാം ദിനമാണ്. ആദ്യ ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്തത് മൂന്നാർ ടൗണിലെ ലേ സെലേസ്റ്റേ ഹോട്ടലിലാണ്. ഇന്ന് യാത്ര തുടങ്ങുമ്പോൾ വട്ടവട ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. രാവിലെ ഹോട്ടലിൽ നിന്നും വട്ടവടയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴി 1-2 വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു. മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, ടോപ്പ് സ്റ്റേഷൻ, അങ്ങനെയാണ് വട്ടവടയിലേക്ക് പോകാനായി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. മൂന്നാറിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ യാത്രയുണ്ട് മാട്ടുപ്പെട്ടി ഡാമിലേക്ക്. മാട്ടുപ്പെട്ടി ഡാം ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 168.9 മീറ്റർ ഉയരത്തിലാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാമിലെ കാഴ്ചകൾ കണ്ട ശേഷം അടുത്തതായി ഞങ്ങൾ പോയത് എക്കോ പോയിന്റിലേക്കാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഉറക്കെ സംസാരിച്ചാലും മലനിരകളിൽ നിന്നും അത് മടങ്ങി നമുക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ നിന്നും ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ ടോപ്പ് സ്റ്റേഷനിലെത്താം. കേരള തമിഴ്നാട് ബോർഡറിലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെയുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ടോപ്പ് സ്റ്റേഷൻ ആ പേര് ലഭിച്ചത്. മൂന്നാറിലെ കണ്ണൻദേവൻ തേയില എസ്റ്റേറ്റുകളിൽ നിന്നും തേയില തൂത്തുക്കുടി തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച കുണ്ടളവാലി റെയിൽവേ അവസാനിച്ചിരുന്നത് ടോപ്പ് സ്റ്റേഷനിലാണ്. കണ്ണൻദേവൻ മലമുകളിലെ തേയിലത്തോട്ടങ്ങളിൽ വളരുന്ന തേയിലകൾ ശേഖരിച്ച് മൂന്നാറിലും മാട്ടുപ്പെട്ടിയിലും എത്തിച്ചിരുന്നത് ഈ റെയിൽവേയിലൂടെ ആയിരുന്നു. മൂന്നാറിൽ നിന്ന് റോപ്പ് വേ വഴിയായിരുന്നു അടിവാരത്തേക്ക് തേയില എത്തിച്ചത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷൻ വഴി കുരങ്ങാണിയിലേക്ക് ഒരു ട്രെക്കിംഗ് പാതയുണ്ട്. ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾ ഇതുവഴി ട്രെക്കിംഗ് നടത്താറുണ്ട്. തമിഴ്നാട്ടിലെ പ്രധാന ട്രെക്കിംഗ് കേന്ദ്രമായ കുരങ്ങിണി വനമേഖലയ്ക്കുള്ളിലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഞങ്ങൾ യാത്ര തിരിച്ചത് ഫൈനൽ ഡെസ്റ്റിനേഷനായ വട്ടവടയിലേക്കാണ്. വട്ടവടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിർദ്ദേശം തരാൻ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. വട്ടവടയിലേക്ക് പോകുന്നത് പാമ്പാടുംചോല നാഷണൽ പാർക്കിലൂടെയാണ്. സംരക്ഷിത വനമായതിനാൽ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. അതായത് രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിൽ മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. സമീപത്തായി പുൽമേടുകളുണ്ട്, പക്ഷേ അവിടെ ഇറങ്ങി നിൽക്കുന്നത് അനുവദനീയമല്ല. തമിഴ്നാടിന്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണിത്. പരമ്പരാഗത തമിഴ് ഗ്രാമങ്ങൾ വട്ടവടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് വട്ടവടയിലാണ്. അതിനു പുറമെ ബീൻസ്, സ്ട്രോബെറി എന്നിവ പ്രധാന കാർഷിക വിഭവങ്ങളാണ്. വട്ടവടയിലെ മറ്റു പ്രധാന കാഴ്ചകളാണ് സ്ട്രോബെറി ഫാമുകളും പഴംതോട്ടം വ്യൂ പോയിന്റ്സും. സ്ട്രോബെറി ഫാമുകളിൽ സൗജന്യമായി പ്രവേശിക്കാനും രുചിച്ചു നോക്കി വാങ്ങുവാനും സാധിക്കുന്നു. വട്ടവടയിൽ ചെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ജീപ്പ് സഫാരി. ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാനും ആസ്വദിക്കാനും ജീപ്പ് സഫാരിയിലൂടെ കഴിയും. ഏകദേശം 2500 രൂപയ്ക്ക് അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും സൗന്ദര്യവും സന്ദർശകർക്കായി വട്ടവട ഒരുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് വട്ടവടയാണെന്ന് തന്നെ പറയാം. പശ്ചിമഘട്ടത്തിലെ മനോഹരമായ പളനി കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റ് കൂടിയാണ് വട്ടവട. ഇവിടെ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴി ചെറുതായി മഴ പെയ്തു. മഴയെ ആസ്വദിച്ച് മുന്നോട്ട് പോയപ്പോൾ എലിഫന്റ് ക്രോസിംഗ് സോൺ കണ്ടു. സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
മൂന്നാർ യാത്ര ചെയ്യുന്ന മിക്ക സന്ദർശകർക്കും ഒരു കൗതുകമാണ് ഈ ആനക്കൂട്ടം. കൂടുതലായും കാണാൻ സാധിക്കുന്നത് ടോപ്പ് സ്റ്റേഷനും മാട്ടുപ്പെട്ടി ഡാമിനും ഇടയ്ക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിനു ശേഷം ഏകദേശം രാത്രി 8 മണിയോടെ മൂന്നാർ ടൗണിലേക്ക് ഞങ്ങൾ എത്തി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. തിരിച്ചു പോയ വഴിയിലെ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. ഗ്യാപ്പ് റോഡും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടവും. മൂന്നാറിലെ ഈ 2 ദിവസത്തെ ഞങ്ങളുടെ യാത്ര ഒട്ടും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചുകൊണ്ട് ഇനിയും മൂന്നാറിലേക്ക് വരാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് മൂന്നാറിന്റെ നിങ്ങളീ കണ്ട സൗന്ദര്യം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂന്നാറിന്റെ ഈ കാഴ്ച നിങ്ങൾ കണ്ടിരിക്കണം. ഇതുവരെ മൂന്നാർ സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മൂന്നാർ വരികയും മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. രണ്ട് ദിവസത്തെ ഞങ്ങളുടെ ഈ സുന്ദരമായ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ യാത്രകളും വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഏകദേശം രാവിലെ 10:30 മൂന്നാറിൽ നിന്നും തിരിച്ച് ഉച്ചയോടെ പൂപ്പാറയിലെത്തി. പൂപ്പാറയിൽ നിന്നും കുട്ടിക്കാനം വഴി നേരെ വീട്ടിലേക്ക് യാത്രയായി. പുതിയൊരു യാത്രയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് സ്വന്തം മല്ലു ടെയിൽസ്.